പത്തനംതിട്ട വാഴമുട്ടം മുരളീധരൻ നായരുടെ വീടിന് സമീപത്തു നിന്നും പ്രജിത്ത് മോഹനനും ചേരുന്നുണ്ട്. പ്രജിത്ത്, അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കുവൈറ്റ് ദുരന്തത്തിന്റെ അപകടത്തിൽപ്പെട്ടവരുടെ വീടുകൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചേതനയറ്റ ശരീരവുമായി ഇന്ന് അവർ അവരവരുടെ വീടുകളിൽ എത്തുകയാണ്. ഒരുപക്ഷെ അവിടെ നിന്ന് പ്രജിത്തിന് നൽകാൻ കഴിയാത്ത വിധത്തിലുള്ള വൈകാരിക നിമിഷങ്ങൾ തന്നെയാകുമെന്ന് അറിയാം. എന്നാലും അവിടെ ഇപ്പോൾ എന്ത് സാഹചര്യമാണ് നിലവിൽ, വീട്ടിലെ അന്തരീക്ഷം, കുടുംബാംഗങ്ങളുടെ ദുഃഖം, അതൊക്കെ നമ്മളോടുകൂടി ഒന്ന് പങ്കുവയ്ക്കാമോ? ഈ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം 6 പേരാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. ഇപ്പോൾ നമ്മളുള്ളത് വാഴമുട്ടത്ത് മരിച്ച 61 വയസ്സുകാരനായ മുരളീധരൻ നായരുടെ വീട്ടിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട്, നാട്ടുകാരുമൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്തായാലും ഇന്ന് തന്നെ ഈ മരിച്ച 6 പേരിലും പത്തനംതിട്ടയിൽ മരിച്ച 6 പേരിലും ഈ മുരളീധരൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ പൂർത്തിയാക്കുമെന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന അറിവുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. അവരുടെ അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബാംഗങ്ങളും ഒക്കെ അകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്? ഒരു സമയത്തിൻ്റെ കൃത്യത ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിനകത്ത് സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള സജ്ജീകരണങ്ങളാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. അവിടെ എന്തെങ്കിലും അറിവുകൾ ഇതുവരെ ഇല്ല. അവരെ വിളിച്ചിരുന്നു. വെളുപ്പിനെ 3 മണിക്കും ആദ്യം വിളിച്ച് സംസാരിക്കുകയുണ്ടായി. ആക്ച്വലി ഞങ്ങൾ വീട്ടുകാർ അങ്ങോട്ട് പോകാനുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ വരണ്ട, വീട്ടിലെത്തിക്കുന്നതാണ് ഇതെന്നാണ് പറഞ്ഞത്. പക്ഷേ സമയത്തിനെ പറ്റി ഒരു കൃത്യത ലഭിച്ചിട്ടില്ല. അതാണ് 30 വർഷത്തോളമായിട്ട് ജോലി ചെയ്തു. ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് പോയത്. ലാസ്റ്റ് ലീവ് കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിലാണ് പോയത്. വീട്ടിൽ തലേ ദിവസം സംസാരിച്ചിട്ടുള്ളൂ. ആക്ച്വലി അറിഞ്ഞത് മാധ്യമങ്ങൾ വഴിയും മറ്റു സുഹൃത്തുക്കൾ വഴിയൊക്കെയാണ്. പക്ഷെ അവർ സ്ഥിരീകരണമില്ലാത്ത കാരണം അവരാകെ കൺഫ്യൂഷനായിരുന്നു. നമുക്ക് വൈകുന്നേരത്തോടുകൂടി വേണം അതിൻ്റെ കൃത്യത ലഭിച്ചത്. അതെ 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 വീട്ടുവളപ്പിൽ തന്നെയാണ്. അങ്ങനെയാണ്. മൃതദേഹം എപ്പോൾ എത്തുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇപ്പോഴൊരു വ്യക്തത ലഭിച്ചിട്ടില്ല. അറിയടക്കമുള്ളവർ ബന്ധപ്പെടുന്നുണ്ട് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. അത് മൃതദേഹം എത്തിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പോകുന്നത്. കൂടുതൽ നാട്ടുകാരും ഒക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഇവിടുത്തെ അതെ അതെ എത്ര വർഷമായിട്ട് അറിയാം? ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ്. വർഷങ്ങളായിട്ടറിയാം. എൻ്റെ കൊച്ചിലെ തൊട്ട് ഇവിടെ അനിയനും ഞാനും കൂടെ ഒന്നിച്ച് പഠിച്ചതുമാണ്, ബന്ധുക്കളുമാണ്. 30 വർഷമായിട്ട് പോയിട്ടില്ല. എൻ്റെ കൊച്ചിലെ തൊട്ട് വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർ എല്ലാവരും, ഈ പ്രദേശത്തുള്ളവരുമായിട്ടെല്ലാം നല്ല സൗമ്യ സ്വഭാവത്തോടുകൂടി എല്ലാ വീടുകളിലും വരുന്ന സമയത്ത് എല്ലാ വീടുകളിലും കയറി രോഗിയും എല്ലാവരുടെ അസുഖ വിവരങ്ങളും എല്ലാം അന്വേഷിച്ച് ആ രീതിയിലുള്ളൊരു നല്ലൊരു സൗമ്യനായ ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഞാൻ 9:30 മൃതദേഹങ്ങൾ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ അവിടെ നിന്നും പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോടെ എത്രയും പെട്ടെന്ന് പത്തനംതിട്ടയിലെ വാഴമുട്ടത്തെ വീട്ടിലേക്കും മുരളീധരനാരുടെ മൃതദേഹം എത്തും. അതിനുശേഷം ഒരു 2 മണിക്കൂറിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഉള്ളത്. അതെ പ്രജിത്ത്, ഈ സമയത്തിൽ ചില അവ്യക്തതകൾ വരുന്നുണ്ട്. എപ്പോഴായിരിക്കും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് സംബന്ധിച്ച് നമുക്കറിയാം. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത് പത്തനംതിട്ട തന്നെയാണ്. എന്തായാലും നാട്ടുകാരുടെ ആഘാതം, ഞെട്ടൽ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിൽ തന്നെയാണ്. ശരിയാണ്. കാരണം ഈ ദുരന്തം ഉണ്ടാകുമ്പോഴാണ്, കാരണം ഈ ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ട് കുടുംബം നോക്കി പുലർത്തി അതിലേക്ക് കുടുംബത്തേക്ക് ഒരു കരയ്ക്ക് തിരിച്ച് നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പുതിയ പ്രതീക്ഷകളുമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നവർ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ. കുടുംബത്തിൻ്റെ കടം തീർക്കാൻ പോയവർ, വലിയ പ്രതീക്ഷകളുമായി പോയവർ, ഒരു ആദ്യത്തെ ജോലി എന്ന രീതിയിൽ പോയവർ, മറ്റ് സ്ഥലങ്ങളിൽ പോയി കൃത്യമായിട്ടുള്ള ഒരു മുന്നോട്ട് പോകലില്ലാത്തത് കൊണ്ട് കുവൈറ്റിലേക്ക് പോയവർ, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇവരിൽ പലരും സാധാരണക്കാരാണ്. അവരുടെയൊക്കെ കുടുംബ പശ്ചാത്തലങ്ങൾ വ്യത്യസ്തമാണ്. ചിലർ ഈ പറഞ്ഞതുപോലെ
മുരളീധരൻ പോലെ വർഷങ്ങളായി 30 വർഷത്തോളമായി അദ്ദേഹം ഗൾഫിലുണ്ട്, കുവൈറ്റിലുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ വീട്ടിലെ 2 മക്കൾ അദ്ദേഹത്തിനുണ്ട്. ആ മക്കളുടെയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റിലാക്കുന്ന രീതിയിലേക്കൊക്കെ അദ്ദേഹം പോയി. അങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങളും പല രീതിയിലുള്ള കഥകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ദുരന്തം തന്നെയാണ് പത്തനംതിട്ടയെ സംബന്ധിച്ചോളം. ഏകദേശം 6 പേരാണ് പത്തനംതിട്ടയിൽ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. അവർ പേരുകളെന്ന് പറയുന്നത് പത്തനംതിട്ട പന്തളം സ്വദേശിയായുള്ള ആകാശ ശശിധരൻ നായർ 31 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. നിരണം സ്വദേശിയായ മാത്യു തോമസ് 54 വയസ്സ്, നെയ്വേലിപ്പടി സ്വദേശിയായ സിബിൻ ടി എബ്രഹാം 31 വയസ്സ്, തോമസ് ഉമ്മൻ 37 വയസ്സ്, PV മുരളീധരൻ അദ്ദേഹം, അതുപോലെ തന്നെ ചെറുശ്ശേരിയിൽ സജു വർഗീസ്, അങ്ങനെ 6 പേരുടെ ജീവൻ പത്തനംതിട്ടയിൽ മൊത്തത്തിൽ നഷ്ടമായിരിക്കുന്നു. ആ വലിയ ഞെട്ടലിൽ തന്നെയാണ് ജില്ലയുള്ളത്. ഇവിടുത്തെ ഇടങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ വീടുകളിലേക്ക് എല്ലാം ആളുകളൊക്കെ എത്തുന്നുണ്ട്, നാട്ടുകാരൊക്കെ എത്തുന്നുണ്ട്, പ്രാദേശിക ഭരണകൂടങ്ങളിലേക്ക് പ്രതിനിധികൾ എത്തുന്നുണ്ട്. മൃതദേഹങ്ങൾ എപ്പോഴെത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു ഉറപ്പ് ലഭിച്ചിട്ടില്ലാത്തത് മാത്രമാണ്. കാരണം ഈ യാത്രയുടെ സമയമായതിനാൽ വിമാനത്തിൽ എത്തിക്കുന്നതിന് അതിനുശേഷമുള്ള ഈ പ്രോട്ടോകോളിനൊക്കെ ശേഷമായിരിക്കും ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നത്. എന്തായാലും പോലീസ് അകമ്പടിയോടെ എത്തുന്നതിനാൽ റോഡ് കുരുക്കിലോ അല്ലെങ്കിൽ ഗതാഗത കുരുക്കിലോ ഒന്നും പെടാതെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഇന്ന് നമുക്ക് ഉറപ്പ്, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ വീട്ടുകാർ അങ്ങനെ പറയുന്നത് ഇപ്പോൾ മുരളീധരൻ നായരുടെ വീട്ടിൽ മാത്രമാണ്.